ഈ ചാവക്കാടിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ മധുരിക്കുന്ന ഓർമ്മകളുണ്ട്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുറകിലിരിക്കുന്ന ഡെറിൻ എന്ന കൊച്ചച്ഛനെ പോലെ ഒരു കൊച്ചച്ഛനായിട്ട് ഈ പാലയൂര് ഞാൻ സേവനം ചെയ്തിട്ടുള്ളതാണ്. ഈ ചാവക്കാടിൻ്റെ മണ്ണും മണവും ഒക്കെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. നമ്മുടെ നാട്ടിലെ മതങ്ങളെ തമ്മിൽ പരസ്പരം അകറ്റിച്ചുകൊണ്ട് വിഭാഗീയത വളർത്തിക്കൊണ്ട് പല വിധത്തിൽ നമ്മെ പരസ്പരം പോരാടാനായി പ്രേരിപ്പിക്കുന്ന വർഗീയത, അത് ഭൂരിപക്ഷ വർഗീയതയാകട്ടെ ന്യൂനപക്ഷ വർഗീയതയാകട്ടെ, ഇങ്ങനെ നമ്മുടെ ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുകനെ പോലെ പറന്ന് നമ്മെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാവക്കാടിൻ്റെ മണ്ണ് വലിയൊരു സാക്ഷ്യമാണ്. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഇടമാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. വിവിധ മതങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എത്രയോ സന്തോഷത്തോടുകൂടെ ഇവിടെ മുന്നോട്ട് വരുന്നു. ഗുരുവായൂര് അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോഴും, നമ്മുടെ ചന്ദനക്കൂടം, സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ പെട്ടെന്ന്, മണത്തല ചന്ദനക്കൂടവും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പാലയൂർ പള്ളിയുടെ സെബസ്ത്യാനോസിന്റെ അമ്പ് പെരുന്നാളിന്റെ പ്രദക്ഷിണവും മണത്തല ചന്ദനക്കൂടത്തിന്റെ വീടുകളിലേക്കുള്ള യാത്രകളൊക്കെ കാണുമ്പോൾ എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. നമ്മൾ ഒരേ സംസ്കാരത്തിൽ 3 മതങ്ങൾ ഒരുപോലെ ഇവിടെ തഴച്ചു വളരുമ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ മതേതരത്വത്തിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഇവിടെ ഈ മണ്ണില് വളർന്നിട്ടുണ്ട്, വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തെ ഈ ഭൂമികയിൽ നിന്നുകൊണ്ട് തന്നെ നോക്കിക്കാണുവാൻ നമ്മുടെ വികാരിയച്ഛൻ നമ്മളോട് ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോഴത്തെ ഒരു കാര്യം ഓർക്കുകയാണ്. വീട് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചാവക്കാട് ഭാഗത്തേക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു അമ്മച്ചി എന്നെ വളരെ സന്തോഷത്തോടുകൂടെ വിളിച്ചു. അച്ഛാ, എങ്ങോട്ടാ പോകുന്നത്? നടക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചു. വാ, വീട്ടിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞു. ഈ അമ്മച്ചിക്ക് ഒരു തലയിലൊരു സാരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നോടുള്ള ബഹുമാനം കൊണ്ട് അമ്മച്ചി ഈ സാരി ഇങ്ങനെ തലയിൽ കൂടെ ചുറ്റിയതുക എന്നുള്ളതാണ്. വീട്ടുപേര് നോക്കുമ്പോൾ ഈ പാലയൂർ ഇടവകയിലുള്ള അതേ വീട്ടുപേര് തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ അത് ഒരു മുസ്ലിം സഹോദരിയായിരുന്നു. എന്നെ വീട്ടിലേക്ക് വിളിച്ച് എനിക്ക് ചായയൊക്കെ തന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ ഇടവകയുടെ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അമ്മച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് സൗഹാർദ്ദം. നമ്മുടെ നിറവും മണവും രുചിയും എല്ലാം ഒരുപോലെയാണ്. ഒരേ രക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവർക്ക് ഈ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് നോക്കാതെ തന്നെ ഈ ഇടവക വികാരിയച്ഛൻ, ഈ പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തില് ഇവിടെയുള്ള സമീപ പ്രദേശത്തുള്ള മനുഷ്യരെല്ലാവരും, അത് വിവിധ ഇടവകകളിൽ നിന്നാകാം, വിവിധ പ്രദേശങ്ങളിൽ നിന്നാകാം, എല്ലാവരും ഒന്നു ചേർന്ന് ഇവിടുത്തെ മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നത്തെ ഏറ്റെടുക്കുകയാണ്, നെഞ്ചോട് ചേർക്കുകയാണ്. ഇതിന് ഞാൻ പ്രത്യേകമായിട്ട് പാലയൂർ വികാരിയച്ഛന്, നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് അച്ഛന്, അതുപോലെ തന്നെ ഈ ഫൊറോനയിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ലാസർ മാഷ്, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പ്രസിഡന്റായിട്ടുള്ള തോമസ് ചേട്ടൻ തുടങ്ങി ഇവിടെയുള്ള ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും മുക്തഖണ്ഡം അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് നമ്മൾ അച്ഛൻ വളരെ ചുരുക്കമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ചാവക്കാട് അടുത്തുള്ള ചക്കങ്കണ്ടം അത് തുടങ്ങിയ പ്രദേശങ്ങളില് അവിടുത്തെ ആ പ്രദേശത്തെ കാര്യങ്ങളാണ് അച്ഛൻ സൂചിപ്പിച്ചത്. അതാണ് നമ്മുടെ കുറെ കുടുംബങ്ങള്, അതില് ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്. ഈ കുടുംബങ്ങളുടെ മുമ്പില് അവരുടെ സ്വസ്ഥ ജീവിതത്തിന് പെട്ടെന്ന് അരക്ഷിതത്വം സൃഷ്ടിക്കുന്ന ഒരു നോട്ടീസ് ലഭിക്കുകയാണ്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആളില്ലാത്ത സമയത്ത്
ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ കടന്നു വരുന്ന നോട്ടീസുകളാണ്. ചിലത് അവരുടെ ചുമരുകളിൽ പതിച്ചു പോയിരിക്കുകയാണ്. എന്തൊരു വലിയ അരക്ഷിതത്വമാണ് ആ സമൂഹത്തിനുണ്ടാക്കി, ഈ കുടുംബങ്ങൾക്കുണ്ടാക്കിയത്. ഒരു സുപ്രഭാതത്തിൽ വന്ന് തങ്ങള് അധ്വാനിച്ച് ഒഴിമുറിയൊക്കെ വാങ്ങി ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയ ഭൂമി ഇന്ന് മുതൽ ഇത് നിങ്ങളുടേതല്ല, ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്ന് പതിക്കപ്പെടുമ്പോ അത് അധ്വാനിക്കുന്ന മനുഷ്യരുടെ വീട് വെച്ച് സ്വന്തമായിട്ട് ജീവിക്കുന്ന, സ്വന്തം ഭവനത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അരക്ഷിതത്വം എന്താണ് എന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കുക. ഒരു ദിവസം വന്ന് പറയാണ് ഇത് വഖഫാണ്, ഇത് ഞങ്ങളുടേതാണ്. ഇനി ഇതില് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എറണാകുളത്തേക്ക് വരാം. നമ്മുടെ സ്വന്തം ഭൂമിയില്, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു, ഇതൊരു മതത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് മുസ്ലിം സഹോദരങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വഖഫ് എന്നുള്ളത് ഒരു അറബി പദമാണ്. എന്നാൽ ഒരു അറബി നാട്ടിലും ഇല്ലാത്തത്ര കിരാതമായിട്ടുള്ളൊരു നിയമമാണ് വഖഫിന്റെ പേരില് നമ്മുടെ ഭാരതത്തില് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് ഏറെ ഭയം ജനിപ്പിക്കുകയാണ്. ഇന്ന് ചക്കംകണ്ടത്തുള്ള ഈ 12 കുടുംബങ്ങൾക്കാണ് ഇത് നേരിടേണ്ടി വന്നതെങ്കിൽ, നമ്മുടെ മേരിയും ഔസേപ്പും രാജനും അല്ലെങ്കിൽ അബ്ദുറഹ്മാനും ഒക്കെയാണ് ഇത് നേരിടുന്നതെങ്കിൽ നാളെ ഇത് എൻ്റെ വീട്ടിലും പതിക്കപ്പെടാനിടയുണ്ട്. നമ്മളും ആധാരമൊക്കെ ചെയ്ത് സ്വന്തമാക്കിയിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഒരു ദിവസം മറ്റൊരാൾ വന്നിട്ട് ഇത് എന്റേതാണെന്ന് അവകാശപ്പെടുമ്പോ എങ്ങനെയാണ് നമുക്കിതിനെ കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളൊക്കെയുണ്ട്. ഇവിടെ വികാരിയച്ഛൻ സൂചിപ്പിച്ചു, നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളിൽപ്പെട്ടതാണ് ജീവനും സ്വത്തിനുമുള്ള അവകാശം. അത് നമ്മുടെ ഭരണഘടനയിലെ ആദ്യകാലങ്ങളിൽ അത് തീർച്ചയായിട്ടും അടിസ്ഥാന മനുഷ്യാവകാശമായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം അത് ഹ്യൂമൻ റൈറ്റ് ആണ്, ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ്, മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഭരണഘടന അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് ഭരണഘടനാ അവകാശമാണ്. ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്, നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കും, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ മനുഷ്യാവകാശമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. അങ്ങനെ നൽകിയിട്ടുള്ള ഒരു സ്വത്തിന്റെ കാര്യത്തിലാണ്, അങ്ങനെ നമുക്ക് അവകാശമായി സ്വകാര്യ സ്വത്തായിട്ട് ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ പതിച്ചു തന്നിരിക്കുന്ന ഒരു അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഈ വഖഫിന്റെ പേരിൽ ഏതാനും കുൽസിതമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിന്റെ നിറം കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാകാമെന്ന് ചിന്തിക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യര്. കാരണം മതങ്ങൾ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നതാണ്, മനുഷ്യരുടെ ഉന്നമനത്തിനും അവരുടെ രക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്നതാണ്. ക്രൈസ്തവ മതവും അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മതമാണ്. ഇങ്ങനെ വിവിധ മതങ്ങള് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ, തരിമ്പും വില കൽപ്പിക്കാതെ അവ കവർന്നെടുക്കുന്ന നിയമങ്ങള് ഏത് വിശ്വാസത്തിന്റെ, ഏത് മതത്തിന്റെ പേരിൽ വന്നാലും അത് മനുഷ്യരിൽ വിശ്വസിക്കുന്ന ചിന്തയും ഇച്ഛാശക്തിയും നഷ്ടപ്പെടാത്ത ഏത് മതസ്ഥരും ഒരുപോലെ ഏറ്റെടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു കടന്നുകയറ്റമാണ് ഈ നിയമത്തിലൂടെ വിവിധ മതസ്ഥര്, അത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ ജീവിതങ്ങളിലേക്ക്, സ്വകാര്യ സ്വത്തിലേക്ക് കടന്നുകയറ്റം നടത്തുന്നത്. ഇത് ഇന്ന് ഈ ചാവക്കാടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ മുനമ്പത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് വരുന്നത്.
മുനമ്പം പോലെ നമ്മുടെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളില്, ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ നിയമം സ്വകാര്യ സ്വത്തിന്റെ മേല് കടന്നുകയറ്റത്തിന് ഇടവരുത്തുന്നു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ വഖഫിന്റെ പുറകിലുള്ള ആ ഒരു ചൈതന്യം, അത് ഈ ക്രൈസ്തവ സമൂഹവും പങ്കുവെക്കുന്ന ഒരു ചൈതന്യമാണ്. ഒരു വിശ്വാസ സമൂഹം അവരുടെ വിശ്വാസ ജീവിതത്തിന് സഹായകമായ വിധത്തില് തങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഏത് പരിശ്രമങ്ങളുടെ കൂട്ടത്തിലും ക്രിസ്തീയ സമൂഹം ഉണ്ടായിരിക്കും. അത് മതങ്ങളുടെ അവകാശമാണ്. അവരുടെ സ്വത്ത്, അവരുടെ പള്ളികള്, അവരുടെ ഭൂമി, അവർക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കള്, അത് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആ അവകാശം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായിട്ട് നിന്നുകൊണ്ട് മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കാതെ അത് നിറവേറ്റുക എന്നുള്ളതും ഓരോ മതത്തിന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുപോലെ ഈ ഒരു അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ആ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഇതാരുടെയും അവകാശത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാകാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെ ഈ പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ചൈതന്യം, വിശ്വാസമുള്ള ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ, വിശ്വാസികളുടെ പൊതുമനസ്സിനെ വെട്ടിക്കീറുന്ന ഒരു വിധത്തില് മനുഷ്യന്റെ അവകാശങ്ങളെ, നമ്മളുടെ സാമൂഹിക നീതിയെ, മൗലിക അവകാശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ സ്വകാര്യ സ്വത്തിന്റെ മേല് കടന്നു കയറുവാനായിട്ട് ആര് മുന്നോട്ട് വന്നാലും അതിനെതിരെ ഒരു ഭാരതത്തിലെ പൗരൻ എന്ന നിലയിൽ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ജാതി മത വ്യത്യാസമില്ലാതെ അതിന് മുന്നിട്ടിറങ്ങുവാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഈ ചാവക്കാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ പുണ്യഭൂമിയിൽ എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു മനുഷ്യാവകാശത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഭരണഘടനയ്ക്ക് മേലെയുള്ള ഒരു അപഹാസ്യമായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ഭരണഘടനയുടെ, നമ്മളുടെ സ്വകാര്യ സ്വത്ത് മാത്രമല്ല, നമ്മളുടെ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും പാലിക്കേണ്ട ഒരു കോഡ് ഓഫ് ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമുക്ക് പൗരന് നൽകിയിരിക്കുന്ന അവകാശമാണ്. ഒരു കോടതി ഒരു സ്വത്തിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു തർക്കമുണ്ടായാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. സ്വത്തിനെ കുറിച്ചുള്ള തർക്കമാണെങ്കിൽ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് അതിന് എങ്ങനെ തീർപ്പ് കൽപ്പിക്കാമെന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്, അതിനൊരു നടപടിക്രമം നമ്മുടെ കോടതി, നമ്മുടെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തു തരുന്നുണ്ട്. എന്നാൽ ഈ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന ചില വ്യവസ്ഥകള് അതിനൊക്കെ എതിരാണ് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം. ഇത് നമ്മളുടെ ചില രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത് പറയാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടാതെ നമ്മളിത് പരസ്യമായിട്ട് ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നത്. ഏത് തർക്കങ്ങളും പരിഹരിക്കുമ്പോൾ അതിന് തെളിവുകൾ ഹാജരാക്കണം. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു എവിഡൻസ് ആക്ട് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് നൽകുന്ന ചില അവകാശങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വത്തിനെ കുറിച്ചാണ് ഇവിടെ തർക്കം. ഇപ്പൊ നമ്മുടെ വീടുകളിൽ പതിച്ചിരിക്കുന്ന നോട്ടീസ് ഈ സ്ഥലത്തിന്റെ അവകാശം നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണെന്നാണ്. അങ്ങനെ ഒരു തർക്കമുണ്ടായാൽ നമ്മുടെ ഈ ഒരു സ്വത്തിനെ കുറിച്ച്, ഈ സ്ഥലത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ എന്താണ് നടപടിക്രമം? അവകാശം ഉന്നയിക്കുന്നവര് അതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക? നമ്മുടെ സ്വത്തിന്റെ മേലെ ഒരാൾ അവകാശം പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ പരാതി കൊടുക്കും, അല്ലെങ്കിൽ അവരാണ് പരാതി കൊടുക്കേണ്ടത്. അവർക്ക് പരാതി കൊടുക്കാം,
അവർക്ക് അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം. ഇവിടെ നമ്മുടെ കയ്യില് നമ്മുടെ ഭൂമിയുടെ, നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ആധാരവും രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഈ പരാതിയുമായിട്ടൊരു കൂട്ടർ വരുന്നു, ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ്. എന്നിട്ട് അവർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇനി തെളിയിക്ക് ഇത് നിങ്ങളുടേതാണെന്ന്. ഇത് എവിടത്തെ നീതിയാണ്? നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തിന്മേലുള്ള നമ്മുടെ കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ആർക്കെങ്കിലും നമ്മുടെ വീടിനെ കുറിച്ചിട്ട് ഒരു പരാതി ഉണ്ടെങ്കിൽ, ഇത് ഞങ്ങളുടേതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് രേഖകൾ ഹാജരാക്കട്ടെ. എന്നാൽ ഇത് മുഴുവൻ ഈ പാവം മനുഷ്യരുടെ മേല് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഈ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യര്, മത്സ്യത്തൊഴിലാളികളായ മനുഷ്യരുടെ ഇടയില് കടന്നു ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ സാധാരണക്കാർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു. 10, 20, 25 വർഷങ്ങള് ഈ കോടതി വിധികളും മറ്റു രീതിയിലുള്ള വ്യവഹാരങ്ങളുമായിട്ട് നടന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇവരറിയുന്നത്, ഇതിനകത്ത് ഇങ്ങനെ എന്തൊരു വാക്കിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ. ഇത് എന്ത് നടപടിയാണെന്ന് പോലും അറിയാതെ ഈ കോടതി വരാന്തകളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അവർ കയറി നടക്കുകയായിരുന്നു. ഇന്ന് അവർക്കും വിവരം വെച്ചു, അവരും പഠിച്ചു. ഈ രേഖകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെ മനുഷ്യാവകാശ ലംഘനം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ ഭാരതത്തിലെ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾ കരമടച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വത്തിന്റെ മേല് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് വിളിച്ചു പറയുവാനായിട്ട് അവർ തയ്യാറായി. ഇവിടെ ഈ ചാവക്കാട് പ്രദേശത്തിലെ കുടുംബങ്ങളുടെ കാര്യം എനിക്ക് അത്ഭുതം തോന്നി. അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങള് ഇവിടെ നേരിടുന്ന ഈ പ്രശ്നങ്ങള് അവിടെ അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭാരതത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന ഒരു വലിയ ക്യാൻസറായിട്ട് രൂപപ്പെടുന്നതിന് ഇനി അധിക സമയമില്ലെന്ന് നമുക്കറിയാം. കോഴിക്കോടും മലപ്പുറം പ്രദേശങ്ങളിലുമൊക്കെയുള്ള ഒത്തിരിയേറെ കുടുംബങ്ങള് ഈ നിയമത്തിന്റെ കിരാതമായിട്ടുള്ള ചില ക്ലോസുകൾ നിമിത്തം ഇന്ന് തങ്ങളുടെ ഭൂമി തങ്ങളുടേതല്ല എന്ന് ഉള്ള വലിയ ഒരു ഭീഷണി ഡയോക്ലീഷ്യന്റെ വാള് പോലെ അവരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിൽ അത് താഴോട്ട് വീണ് നമ്മുടെ തല തകർക്കാം. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പൗരന്മാരെന്ന നിലയിൽ നമ്മെ എല്ലാവരെയും അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുന്ന യാതൊരു നിയമത്തിനും തലവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് കടന്നുകയറ്റമാണ്. നമ്മുടെ മുമ്പിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ കുടുംബങ്ങൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഈ നോട്ടീസ് നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടെ കൊടുക്കുന്ന ഈ നോട്ടീസുകളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കടന്നുകയറ്റക്കാരെന്നാണ്. നമ്മൾ ആധാരം കൊടുത്ത് നമ്മൾ ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയില്, അതും പതിറ്റാണ്ടുകളല്ല, ഞാൻ ഇവിടെ കേട്ടതിടത്തോളം 100 വർഷത്തിലേറെയായിട്ട് പൂർവികരായിട്ട് ഇവിടെ ജീവിക്കുമ്പോ നമ്മളെ കയറി കടന്നുകയറ്റക്കാരെന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ശബ്ദിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനസ്സോടുകൂടെ നമുക്ക് നിൽക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശത്തിനെതിരെ ഏത് നിയമം വന്നാലും അതിനെതിരെ പൗരന്മാരെന്ന നിലയില്, മനുഷ്യരെന്ന നിലയില് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഉടനെ ഇത് ലോഹയിട്ട കുറെ അച്ഛന്മാരുടെ വർഗീയതയാണെന്ന് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ നിയമിച്ചിരിക്കുന്ന മന്ത്രി തന്നെ ഇവിടെ പറയുകയുണ്ടായി. എന്തൊരു വലിയ ധാർഷ്ട്യമാണ് അദ്ദേഹം കാണിച്ചത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോഹയിട്ടിരിക്കുന്ന മനുഷ്യര്, ഇവരെ മനുഷ്യരാണ്. ഞങ്ങൾ എല്ലാവരും ഈ ഉടുപ്പിട്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇവിടെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളൊക്കെ കഴുത്തിലൊക്കെ ധരിച്ചിരിക്കുന്നവരാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. ഈ ഭാരതത്തിലെ പൗരന്മാരാണ്. പൗരന്മാരെന്ന നിലയിൽ സ്വരമുയർത്തുവാനുള്ള അവകാശം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഞങ്ങളുടെ നിറം നോക്കി, ഞങ്ങളുടെ ജാതി നോക്കി പ്രതികരിക്കുന്ന ഒരു മന്ത്രി ഞങ്ങൾക്ക് ആവശ്യമില്ല.
ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന മന്ത്രി ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ട് ആകരുത്. മുസ്ലിം സമുദായത്തിന്റെ പോലും നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് വർഗീയത സംസാരിക്കുന്ന ഒരു മന്ത്രി ഞങ്ങളെല്ലാവരെയും വർഗീയത ചിത്രീകരിക്കുന്നത് തികച്ചും അപലീമനീയമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മന്ത്രി ആയതുകൊണ്ടല്ല അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ ഈ സമൂഹത്തിലെ പൗരന്മാരായ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം പ്രതീക്ഷിച്ച് കടന്നു ചെല്ലുന്ന ഇടങ്ങളാണ് ഞങ്ങളുടെ മന്ത്രിസഭ, മന്ത്രിമന്ദിരങ്ങള്, ഗവൺമെന്റ്, ഞങ്ങൾ ചെല്ലുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങള്. അവിടെ ചെല്ലുമ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് പൗരന്മാരെന്ന നിലയിലുള്ള ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ പേരിൽ ഞങ്ങളെ വർഗീയവാദികളെന്ന് മുദ്രകുത്തുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് തികച്ചും തീവ്ര നിലപാടാണ്. എപ്പോഴാണ് ഒരു തീവ്രവാദി ഉദയം ചെയ്യുന്നത്, ജനിക്കുന്നത്? ഒരു പൊതു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ബാക്കി എല്ലാവരെയും തങ്ങൾക്കാക്കാൻ പരിശ്രമിക്കുന്ന അവസരത്തിലാണ് ഒരു വർഗീയവാദി ജന്മം കൊള്ളുന്നത്. ഇവിടെ ഈ സമൂഹത്തിലെ കുറച്ചു പേരെ വർഗീയവാദികളെന്ന് മുദ്രകുത്തി പൊതു ശത്രുക്കളായിട്ട് കാണിച്ചുകൊണ്ട് മറ്റെല്ലാവരെയും തങ്ങൾക്ക് ആക്കാമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അത് തീവ്രവാദികളുടെ മനസ്സാണ്. വെടക്കാക്കി തങ്ങൾക്കാക്കാമെന്നുള്ള ആ ഒരു മനസ്സ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യത്വരഹിതമാണ്. അത് മനുഷ്യർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അല്പമെങ്കിലും ധാർമ്മിക ബോധം ബാക്കിയുള്ള കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ അതിനെ അപലപിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് കാർന്നു തിന്നുന്ന വിഷമാണ്. നമ്മളെല്ലാവരെയും അന്ധരാക്കാനായിട്ട് കുറേയേറെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു മതത്തിന്റെ നിറം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളാക്കാൻ പരിശ്രമിക്കുന്നവരാരായാലും അവരെ നമുക്ക് തള്ളിപ്പറയേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാമാന്യ ബോധത്തിന്, നിയമങ്ങൾക്ക് എല്ലാം എതിരായിട്ടുള്ള ഈ ഒരു നിയമത്തെ നമുക്ക് നവീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത് മതങ്ങൾക്കെതിരല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് മതങ്ങളെ സ്വത്തിന്റെ സംരക്ഷണത്തിനെതിരല്ല, പക്ഷെ മനുഷ്യാവകാശത്തിനെതിരാണ്. ഇത് മൗലിക അവകാശങ്ങൾക്കെതിരാണ്. ഇതിലെ ചില വ്യവസ്ഥകള്, നിയമമല്ല, ഈ നിയമം മുഴുവൻ എടുത്തു കളയാനല്ല, ഈ നിയമത്തിന്റെ വ്യവസ്ഥകള് മാറേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാകണം. നമ്മൾക്ക് മതങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് ചേർന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭൂമിക കെട്ടിപ്പടുക്കാനായിട്ട് എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ? അങ്ങനെയുള്ളൊരു ഭാരതത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പാകിസ്ഥാനെ പോലെയോ ബംഗ്ലാദേശിനെ പോലെയോ ശ്രീലങ്കയെ പോലെയോ ഒക്കെ വഴക്കും വയ്യാവേലിയും ലഹളകളുമായിട്ട് നടക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മൾ മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യാവകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കൈകോർക്കലുകൾ നമ്മളുടെ ചുറ്റും കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഭാരതം ലോകത്തിന് മുഴുവൻ വലിയ മാതൃകയായിട്ട്, കഴിഞ്ഞ സഹസ്രാബ്ദങ്ങളെ പ്രകാരമായിരുന്നോ അതിനേക്കാൾ മികവോടുകൂടെ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ ആരംഭിച്ചത് നമ്മുടെ ചുറ്റുമുള്ള ചക്കുംകണ്ടത്തെ 12 കുടുംബങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങള് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യം, അത് ഈ ഭാരതത്തിന്റെ മുഴുവൻ മനസാക്ഷിക്ക് മുമ്പിലും ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. ഇത് ഭാരതത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളെ, പോളിസി മേക്കിങ്ങിനെ, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ചില ചോദ്യങ്ങളാണ്. അവയെ ഏറ്റെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് മുന്നേറാം. ഈ സഹോദരങ്ങളുടെ നെടുവീർപ്പുകൾക്ക്
നടത്തിത്തരാമെന്നുള്ള ഉത്തരമല്ലാതെ 2022 നമ്മുടെ പല ജനപ്രതിനിധികളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് കളക്ടർക്കൊക്കെ എഴുത്തു കൊടുത്തിട്ടുണ്ട്. ഈ 4 വരിയിൽ ഒതുങ്ങുന്ന ഒരു പ്രതികരണമായിരിക്കരുത്. ഈ ജനത്തോടൊപ്പം നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വരെ ഏതറ്റം വരെ പോകുവാൻ നമ്മളെല്ലാവരും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.